ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പവും ബീഫ് മപ്പാസുമാണ്. പാലപ്പത്തിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയും 1/4 കപ്പ് പുഴുക്കലരിയും കൂടെ ഒന്ന് വെള്ളത്തിൽ കഴുകി കുതിർത്ത് വയ്ക്കണം. രാവിലെ 10 മണിക്ക് തന്നെ ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം. ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് ഒരു 4 മണി ആയിട്ടുണ്ട്. നമുക്കിനി ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ട് ഇതൊരു 1/2 കപ്പ് വെള്ള അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. പിന്നെ നമുക്കൊരു 1 കപ്പ് തേങ്ങയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അരി ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അവിലും തേങ്ങയും ചേർത്ത് ഈ അരി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അവിൽ നമ്മൾ ചേർക്കുന്നത് പാലപ്പം വളരെ സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവ് ഒരു 12 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിറ്റേന്ന് കാലത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് കലക്കി ഒരു 10 മിനിറ്റ് വെക്കണം. ഇതിപ്പോൾ നമ്മളങ്ങനെ സോഡാപ്പൊടിയും ഉപ്പും ചേർത്തെടുത്ത മാവാണ്. 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് പാലപ്പം തയ്യാറാക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ സോഫ്റ്റാണ് ഈ പാലപ്പം. അവൽ ചേർത്തത് കൊണ്ടിട്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഈ പാലപ്പം തയ്യാറാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള പാലപ്പമെല്ലാം റെഡിയാക്കി എടുത്തതാണ്. നമുക്ക് ഈ പാലപ്പം ഇന്ന് ബീഫ് മപ്പാസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ ബീഫ് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബീഫ് മപ്പാസ് തയ്യാറാക്കുവാനായിട്ട് നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങും 2 സവാളയും ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 8 പച്ചമുളക്, 3 തക്കാളി, ഒരൽപ്പം ഇഞ്ചി, ഇത്രയുമാണ്. ഇത് ഒരു 1/2 കിലോ ബീഫുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. എല്ലോട് കൂടിയ ബീഫാണ്. അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് ഒഴിക്കണം. തേങ്ങയുടെ 2ാം പാലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മൾക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നില്ല. നമ്മളതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് കിട്ടുന്നത്. അതിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 10 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറിയ തീയിൽ വീണ്ടും ഒന്ന് വേവിക്കണം. പിന്നെ നമുക്ക് തേങ്ങയുടെ 1ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം വേവിക്കരുത്. അപ്പോൾ തന്നെ അണച്ചു വയ്ക്കണം. ഇനി നമുക്ക് ഒരു പാനിൽ താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കൊച്ചുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകരുത്. നല്ല ബ്രൗൺ നിറമാവുന്നതുവരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടുന്നത് വറ്റൽ മുളകാണ്. ഇതൊരു 3-4 വറ്റൽ മുളകുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ഇന്ന് ചേർത്തതിന് ശേഷം ഈ ഒരു താളിപ്പ് നമുക്ക് ബീഫ് മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ബീഫ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുട്ടിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെയും ഇത് വളരെ യോജിക്കും. ഞാനിതിവിടെ പുട്ടിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. അതും വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. മെനി താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.